ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 22 ഞായർ. ദളപതി വിജയന്റെ 51ാം ജന്മദിനമാണ് ഇന്ന്. ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജനനായകൻ എന്ന സിനിമയുടെ ഗ്ലിംസ് വീഡിയോ ഉൾപ്പെടെ ഒട്ടനവധി അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. 2026 ജനുവരി 9 ജനനായകൻ തിയേറ്ററിലെത്തുന്നത്. ജന്മദിനത്തോടനുബന്ധിച്ച് തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ അദ്ദേഹത്തിന്റെ നിരവധി സിനിമകൾ റീ റിലീസും ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ മെഴ്സൽ ലിയോ ഉൾപ്പെടെ 4 സിനിമകളാണ് തിയേറ്ററിലെത്തിയിട്ടുള്ളത്. ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ഒട്ടനവധി പോസ്റ്ററുകളും ആശംസാ കാർഡുകളും വിവിധ സംഘടനകളും ഫാൻസുകളും ഒക്കെ വ്യാപകമായി പുറത്തിറക്കിയിട്ടുമുണ്ട്. അദ്ദേഹത്തിന് 51ാം ജന്മദിനം ആശംസിച്ചുകൊണ്ട് വിവിധ സിനിമകളുടെ മറ്റ് വിശേഷങ്ങളിലേക്ക് പോകാം. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഇന്ന് ഞായറാഴ്ച കത്തിക്കയറിയത് ആമിർ ഖാന്റെ സിത്താരെ സമീം പർ എന്ന ബോളിവുഡ് സിനിമ തന്നെയാണ്. ചിത്രം ഓരോ ദിവസവും വെച്ചടി വെച്ച് മുന്നേറുന്ന കാഴ്ചയാണ് സംജാതമായിട്ടുള്ളത്. ആമിർ ഖാൻ, ജനീലിയ ഡിസൂസ എന്നിവർ പ്രധാന താരങ്ങളാകുന്ന ഈ സിനിമ RS പ്രസന്നയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ജൂൺ 20 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഈ സിനിമ ആദ്യ ദിവസം ഇന്ത്യൻ നെറ്റ് കളക്ഷനായി 10 കോടി രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 20 കോടി രൂപയുമായിരുന്നു കളക്ട് ചെയ്യുന്നത്. രണ്ടാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ഇന്ത്യൻ നെറ്റ് കളക്ഷനായി 20 കോടി കളക്ട് ചെയ്ത ഈ സിനിമ ആദ്യ 2 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 37 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. 2 ദിവസത്തെ ഈ സിനിമയുടെ വിദേശ കളക്ഷൻ 15 കോടി രൂപയുമാണ്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 52 കോടി കളക്ട് ചെയ്ത ഈ സിനിമ മൂന്നാം ദിവസമായി ഇന്ന് ഞായറാഴ്ച തീപാറ് ബുക്കിംഗാണ് നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് ബുക്ക് മൈ ഷോയിലൂടെ മണിക്കൂറിൽ 34,000-ൽ കൂടുതൽ ടിക്കറ്റാണ് ഇപ്പോൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 24 മണിക്കൂറിനുള്ളിൽ ഈ സിനിമ 5 ലക്ഷത്തോളം ടിക്കറ്റ് വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 40 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ 90 കോടിക്ക് മുകളിലാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ആമിർ ഖാൻ നിർമ്മിച്ച ഈ സിനിമയ്ക്ക് ആമിർ ഖാന്റെ സാലറി മാറ്റി നിർത്തിയാൽ 120 കോടി രൂപ മാത്രമാണ് ബഡ്ജറ്റ്. നിലവിലെ സിനിമയുടെ ബ്രേക്ക് ഈവൻ പോയിന്റായി പുറത്തു വന്നിട്ടുള്ളത് കേവലം 70 കോടി രൂപയുമാണ്. കൊമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ സിനിമ ശേഖർ കമ്മുല തിരക്കഥയിൽ സംവിധാനം ചെയ്ത കുബേര തന്നെയാണ്. പലരും കമന്റിലൂടെ ഈ സിനിമ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്തോ മിക്സഡ് അഭിപ്രായമല്ലേ നേടിയെടുത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും ഇന്ത്യൻ ബോക്സ് ഓഫീസിലും മിന്നും പ്രകടനമാണ് ഈ സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത്. ധനുഷ്, നാഗാർജുന, രശ്മിക മന്ദാന, ജിം സർഫ്, ദലീപ് താഹിൽ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 28 കോടി രൂപയായിരുന്നു. വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് 31 കോടി 25 ലക്ഷം ഇന്ത്യൻ നെറ്റ് കളക്ഷൻ മാത്രം സ്വന്തമാക്കിയ ഈ സിനിമ 2 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 36 കോടി 70 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ചിത്രത്തിന്റെ 2 ദിവസത്തെ വിദേശ കളക്ഷൻ 18 കോടി 30 ലക്ഷം രൂപയുമാണ്. അങ്ങനെ രണ്ടാം ദിവസം 27 കോടി വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 55 കോടി രൂപയുമാണ്. അതേസമയം മൂന്നാം ദിവസമായ ഇന്ന് ഞായറാഴ്ച ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 35 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 90 കോടിയോളം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 125 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് 65 കോടി രൂപ മാത്രമാണ്. നിലവിൽ 40 കോടിക്ക് മുകളിൽ ഷെയർ ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഈ സിനിമ തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം സാമ്പത്തിക വിജയം ഉറപ്പാക്കിയിരിക്കുകയാണ്. ഇനി കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിവിധ മലയാള സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് വന്നാൽ ഇന്ന് ഞായറാഴ്ച ദിവസമായിട്ട് കൂടി ബുക്ക് മൈ ഷോ ട്രെൻഡിങ്ങിൽ മണിക്കൂറിൽ 1000 ടിക്കറ്റിന് മുകളിൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു സിനിമയും ഇതുവരെ നിലവിലില്ല. ബുക്ക് മൈ ഷോ വഴി 24 മണിക്കൂറിനുള്ളിൽ 14,480 ടിക്കറ്റ് വിറ്റഴിക്കപ്പെട്ട വ്യസനസമേതം ബന്ധുമിത്രാദികളാണ് ഒന്നാം സ്ഥാനത്ത്. രണ്ടാം സ്ഥാനത്ത് 24 മണിക്കൂറിനുള്ളിൽ 10,530 ടിക്കറ്റ് വിറ്റഴിക്കപ്പെട്ട റോന്ത് എന്ന സിനിമയാണ്. തൊട്ട് താഴെ 10,230 ടിക്കറ്റ് വിൽപ്പനയുമായി യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള അഥവാ UK OK എന്ന സിനിമയും ഉണ്ട്. S. ബിപിൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമ 9ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 43,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. ടോട്ടൽ 3 കോടി 49 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ആദ്യ 9 ദിവസത്തെ കേരള കളക്ഷൻ. അതേസമയം 10ാം ദിവസമായ ഇന്ന് ഞായറാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 45 ലക്ഷത്തിന് മുകളിലാണ്. അങ്ങനെ ആദ്യ 10 ദിവസം പിന്നിടുമ്പോൾ കേരള കളക്ഷനായി ഈ സിനിമ 3 കോടി 95 ലക്ഷം റേഞ്ചിലാണ് നേടിയെടുത്തിട്ടുള്ളത്. സിനിമയുടെ 10 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 6.5 കോടി റേഞ്ചിലുമാണ്. റോഷൻ മാത്യു, ദിലീഷ് പോത്തൻ എന്നിവർ പ്രധാന താരങ്ങളെ ഷാഹി കബീർ തിരക്കഥയിൽ സംവിധാനം ചെയ്ത റോന്ത് എന്ന സിനിമ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 31 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ചിത്രത്തിന്റെ 9 ദിവസത്തെ കേരള കളക്ഷൻ 4 കോടി 10 ലക്ഷം രൂപയാണ്. 10ാം ദിവസമായ ഇന്ന് ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ ഏകദേശം 40 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആദ്യ 10 ദിവസം കൊണ്ട് 4 കോടി 50 ലക്ഷത്തോളമാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 7.5 കോടി റേഞ്ചിലുമാണ്. അരുൺ വൈഗ തിരക്കഥയിൽ സംവിധാനം ചെയ്ത യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന സിനിമ ഇക്കഴിഞ്ഞ ജൂൺ 20 വെള്ളിയാഴ്ചയായിരുന്നു തിയേറ്ററിലെത്തിയത്. രഞ്ജിത്ത്, സജീവ്, ജോണി ആന്റണി, ഇന്ദ്രൻസ്, അൽഫോൺസ് പുത്രൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയ്ക്ക് വിവിധ കോണുകളിൽ നിന്ന് നെഗറ്റീവ് അടി വ്യാപകമായി വരുന്നു എന്ന പ്രത്യേകതയും കൂടിയുണ്ട്. ഈ സിനിമയുടെ വ്യക്തമായ ട്രാക്ക് കളക്ഷൻ റിപ്പോർട്ട് പോലും പുറത്തുവിടപ്പെട്ടിട്ടില്ല. എങ്കിലും ബുക്ക് മൈ ഷോ ട്രെൻഡിംഗ് പ്രകാരം ഈ സിനിമ മൂന്നാം ദിവസമായ ഇന്ന് ഞായറാഴ്ച കേരളത്തിൽ 30 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ ആദ്യ 3 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 85 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ ഏറ്റവും പുതിയ മലയാള സിനിമ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അഥവാ JSK
പ്രവീൺ നാരായണൻ തിരക്കഥ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിലെ നായിക അനുപമ പരമേശ്വരനാണ്. നേരത്തെ ജൂൺ 20 റിലീസിംഗ് പ്രഖ്യാപിക്കുകയും പിന്നീട് ജൂൺ 27 മാറ്റുകയും ചെയ്തിരുന്നു. നേരത്തെ സിനിമയുടെ സെൻസറിങ്ങുമായി ബന്ധപ്പെട്ട് UA സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. ഇപ്പോൾ സിനിമയ്ക്ക് സെൻട്രൽ സെൻസർ ബോർഡിന്റെ ഭാഗത്തുനിന്ന് ചില വിലക്കുകൾ വന്നിരിക്കുന്നു എന്ന വാർത്ത ഇന്നലെ പുറത്തു വന്നിരുന്നു. ചിത്രത്തിന്റെ ജാനകി എന്ന പേര് ദൈവത്തിന്റെ പേരാണെന്നും ആ പേരും ചിത്രത്തിലെ കഥാപാത്രത്തിലെ ജാനകി എന്ന കഥാപാത്രത്തിന്റെ പേരും ഒഴിവാക്കണമെന്നുമാണ് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേസ് ഫയൽ ചെയ്യുന്നതിന്റെ ഭാഗമായി സിനിമയുടെ ജൂൺ 27 റിലീസിംഗ് മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് സംവിധായകനായ പ്രവീൺ നാരായണൻ പറഞ്ഞിട്ടുള്ളത്. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന 20ാമത്തെ സിനിമയുടെ അനൗൺസ്മെന്റ് പുറത്തു വന്നിട്ടുണ്ട്. പ്രൊഡക്ഷൻ നമ്പർ 20 എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഈ സിനിമയിൽ സംഗീത് പ്രതാപ്, മമിത ബൈജു എന്നിങ്ങനെയാണ് താരങ്ങൾ. ഡിനോയി പൗലോസാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. ഗോവിന്ദ് വസന്തയാണ് ഈ സിനിമയുടെ സംഗീതം നിർവഹിക്കുന്നത്. അഖിൽ ജോർജ് DOPയും ചമൻ ജാക്കോ എഡിറ്റിംഗ് നിർവഹിക്കുന്നു. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.